മാഞ്ചസ്റ്ററിനും ലീഡ്സിനും ഇടയിലുള്ള M62 മോട്ടോർവേ വാരാന്ത്യത്തിൽ അടയ്ക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു. റെയിൽവേ ബ്രിഡ്ജ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മോട്ടോർവേ അടയ്ക്കുക. ഇത് വാഹനം ഓടിക്കുന്നവർക്ക് കാര്യമായ യാത്രാ കാലതാമസം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അടച്ചിടൽ വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ആരംഭിച്ച് തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ നീണ്ടുനിൽക്കും. സെപ്റ്റംബർ 20 മുതൽ 23 വരെ വിവിധ സമയങ്ങളിൽ പാത അടച്ചിടേണ്ടി വരുമെന്നും അധികൃതർ പറയുന്നു. നെറ്റ്വർക്ക് റെയിലിന്റെ 1969 നിർമ്മിച്ച പഴയ പാലം പൊളിച്ചു നീക്കി പുതിയത് സ്ഥാപിക്കുന്നതിനാലാണ് പാത അടച്ചിടേണ്ടി വരുന്നത്. അടച്ചുപൂട്ടൽ സമയത്ത് M62ലെ ഗതാഗതം പ്രാദേശിക റോഡുകളിലേക്ക് തിരിച്ചുവിടും. ഇത് മറ്റ് റോഡുകളിൽ ട്രാഫിക്കിന് കാരണമാകുമെന്നും അധികൃതർ പറയുന്നു. മോട്ടോർവേയുടെ പടിഞ്ഞാറ് ജംഗ്ഷൻ 20-നും ഹേവുഡിലെ ജംഗ്ഷൻ 19-നും ഇടയിലുള്ള ഭാഗം അടയ്ക്കും. കിഴക്ക് ഭാഗത്തേക്ക് സിമിസ്റ്റർ ഐലൻഡിലെ ജംഗ്ഷൻ 18 മുതൽ റോച്ച്ഡെയിൽ ജംഗ്ഷൻ 20 വരെ അടയ്ക്കുമെന്നും അവർ പറയുന്നു. അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്റർ വിക്ടോറിയയ്ക്കും റോച്ച്ഡെയിലിനും ഇടയിലുള്ള റെയിൽവേ ലൈനും സെപ്റ്റംബർ 25 വരെ അടച്ചിടും. UK-യിൽ വീടുകളുടെ വില വീണ്ടും ഉയർന്നു. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് തിരിച്ചടിയായി ശരാശരി ഭവനവില 2,81,000 പൗണ്ടിലെത്തി നിൽക്കുകയാണ്. ഏപ്രിൽ വരെയുള്ള 12 മാസത്തിനിടെ ശരാശരി ഭവനവില 1.1% വർദ്ധിച്ചതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. 8 മാസക്കാലം വാർഷിക വിലയിൽ താഴ്ച രേഖപ്പെടുത്തിയ ശേഷം തുടർച്ചയായ 2ാം മാസമാണ് വിലയിൽ വർധനവുകൾ ഉണ്ടാകുന്നത്. 2024 ഏപ്രിൽ വരെയുള്ള 12 മാസത്തിനിടെ ഇംഗ്ലണ്ടിലെ ശരാശരി ഭവനവില 2,98,000 പൗണ്ടിലേക്കാണ് വർദ്ധിച്ചത്. വെയിൽസിൽ ഇത് 2,08,000 പൗണ്ടും സ്കോട്ട്ലൻഡിൽ 1,90,000 പൗണ്ടുമാണ് ശരാശരി ഭവനവില. നോർത്തേൺ അയർലൻഡിൽ 4% വർദ്ധിച്ച് ശരാശരി വില 1,78,000 പൗണ്ടിലുമാണ്. പുതിയതായി നിർമ്മിച്ച വീടുകളുടെ വിപണിയിലാണ് ഈ വില വർധനവ് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. 15.3% വർധനമാണ് പുതിയ വീടുകൾക്ക് രേഖപ്പെടുത്തിയത്. വാടക കുരുക്ക് മുറുകുന്നത് മൂലം ഡെപ്പോസിറ്റ് റെഡിയാക്കുന്നതിലും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇംഗ്ലണ്ടിൽ വാടക 1,301 പൗണ്ടിലേക്കും വെയിൽസിൽ 736 പൗണ്ടിലേക്കും സ്കോട്ട്ലൻഡിൽ 957 പൗണ്ടിലേക്കുമാണ് വർദ്ധിച്ചത്. റെന്റേഴ്സ് റിഫോം ബിൽ റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ എന്ന് പുനർനാമകരണം ചെയ്ത് വീണ്ടും പാർലമെന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ വാടകക്കാരെ അകാരണമായി പുറത്താക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം. സുപ്രധാനമായ റെന്റേഴ്സ് റിഫോം ബിൽ പാർലമെന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അകാരണമായി പുറത്താക്കുന്ന നടപടിക്ക് അടിയന്തര നിരോധനം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് റെന്റേഴ്സ് ആവശ്യപ്പെടുന്നത്. കനത്ത മത്സരം നേരിടുന്ന വാടക വിപണി വാടകക്കാർക്ക് സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത്. സെക്ഷൻ 21 നോട്ടീസ് പ്രകാരം കാരണം പോലും ബോധ്യപ്പെടുത്താതെ പുറത്താക്കുന്ന രീതി അവസാനിപ്പിക്കാനാണ് വാടകക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. മുൻപ് ടോറി പ്രധാനമന്ത്രിമാർ ഈ രീതി നിയമവിരുദ്ധമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇത് നിയമമായി മാറ്റുന്നതിൽ വിജയിച്ചില്ല. ഇപ്പോൾ റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ എന്ന് പുനർനാമകരണം ചെയ്ത ബിൽ പാർലമെന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലേബർ പാർട്ടി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ കരുതുന്നത്.